തിരുവനന്തപുരം പാങ്ങാപ്പാറയിൽ മണ്ണിടിഞ്ഞ് വീണ് 4 പേർ മരിച്ചിരിക്കുന്നു. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വേങ്ങോട് സ്വദേശി സുദർശനെയാണ് പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അയാളുടെ നില അതീവ ഗുരുതരമല്ലെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. അതിന്റെ വിവരങ്ങൾ നൽകാൻ സേഫ് സൈനിൽ അബിദീൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. സേഫ്, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫ്ളാറ്റ് നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്ക് മണ്ണിടിഞ്ഞ് വീണാണ് തിരുവനന്തപുരം പാങ്ങാപ്പാറയിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 4 പേർ മരിച്ചിരിക്കുന്നു. മരിച്ചതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഒരാളെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ നില ഗുരുതരമല്ലെന്നാണ് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊരാൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. അതിന്റെ വിവരങ്ങളുമായി സേഫ് സൈനിൽ അബിദീൻ ചേരുന്നു. സേഫ്, എങ്ങനെ പുരോഗമിക്കുന്നു രക്ഷാപ്രവർത്തനം? സന്ധ്യ, 4 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. മണ്ണിനടിയിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പ്രശാന്ത് നമ്മോട് കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? സുരക്ഷ കൃത്യമായി പാലിക്കാത്തതുകൊണ്ടാണോ എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയാലേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമുക്ക് സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവർ സൈഡ് വാൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണി നടന്നുകൊണ്ടിരുന്ന ഭാഗത്താണ് ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ രേഖകൾ കൂടി പരിശോധിച്ച ശേഷം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോട് രേഖകൾ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പോലീസും മറ്റ് സംവിധാനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. സൈറ്റിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ പറഞ്ഞ വിവരം അനുസരിച്ചിട്ടാണ് ഇത്ര പേരെ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത്. അതനുസരിച്ചാണ് പോലീസ് ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അവരുടെ കണക്കനുസരിച്ച് എത്ര പേര് ഉണ്ടായിരുന്നു? എത്ര പേർ ഇതുവരെ ഇതിനോടകം തന്നെ മരണപ്പെട്ടു? അല്ല, ഇപ്പോൾ എനിക്ക് ലഭ്യമായത് പശ്ചിമ ബംഗാൾ സ്വദേശികളായ ദരുണന്ത്, ദോജോൺ, സബിൻ, ഏറ്റവും അവസാനം ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ മലയാളി, ഇത്രയും പേരാണ് മരണപ്പെട്ടത്. ഒരു വേങ്ങോട് സ്വദേശി സുദർശനൻ, അദ്ദേഹത്തിനെയാണ് പരിക്കോടുകൂടി ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും പേരെ ഉള്ളൂ എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ലഭ്യമായിട്ടുള്ള വിവരം. 5 പേരെ ഉണ്ടായിരുന്നു. അതെ അതെ. ഇത് കൃത്യമായി ഇതിന് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചോ എന്ന് കോർപ്പറേഷൻ പരിശോധിക്കും? തീർച്ചയായും അത് പരിശോധിക്കും. അത് ബന്ധപ്പെട്ട പെർമിറ്റ് വാങ്ങിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും. ഈ മഴക്കാലമായതുകൊണ്ടാണോ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാണോ നൽകുന്നൊരു? മഴക്കാലവും ഈ നിർമ്മാണത്തിൽ എന്തെങ്കിലും അപര്യാപ്തതയാണോ എന്നുള്ള കാര്യം പരിശോധിച്ച് മറുപടി പറയാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം കോർപ്പറേഷൻ പരിശോധിക്കുമെന്ന് തന്നെയാണ് മേയർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം 4 പേർ മരണപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഒരാൾ മലയാളിയാണ്. ഉണ്ണികൃഷ്ണൻ എന്ന പേരാണ് അദ്ദേഹത്തിൻ്റെതെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗികമായി മറ്റ് സ്ഥിരീകരണങ്ങളൊന്നും പേരിൻ്റെ കാര്യത്തിൽ ലഭ്യമായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ എന്ന പേരാണ് കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികളും നൽകുന്നത്. മരണപ്പെട്ട മറ്റ് 3 പേർ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഒരു ബീഹാർ സ്വദേശി, മറ്റ് 2 പേരുടെ സംസ്ഥാനങ്ങൾ ഏതാണെന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും 4 മരണം സംഭവിച്ചിരിക്കുന്നു. ഒരാൾ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ മേയർ പറഞ്ഞത് 5 പേർ മാത്രമാണ് ഇവിടെ ജോലിക്കുണ്ടായിരുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നതായും മേയർ പറയുകയുണ്ടായി. അതെ, രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ പറയുന്നത് 5 പേർ മാത്രമാണ് ആ ഭാഗത്ത് നിന്ന്, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ ഭാഗത്ത് നിന്ന് 5 പേർ മാത്രമാണ് ജോലി ചെയ്തുകൊണ്ട് ഇരുന്നത്. ഇതിൽ 5 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 3 പേരുടെ മൃതദേഹം ആദ്യം കണ്ടെത്തി. തൊട്ടു പിന്നാലെ ഒരു മൃതദേഹം അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ട പോലെ അല്പസമയം മുമ്പാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. അത് മലയാളിയാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഉണ്ണികൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നും മനസ്സിലാക്കുന്നു. നേരത്തെ തന്നെ സുദർശൻ എന്നയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് കൃത്യമാണെങ്കിൽ 5 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 4 പേർ അതിൽ മരണപ്പെട്ടു. ഒരാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ നിന്ന് അവർ നൽകിയ വിശദീകരണത്തിൻ്റെ അല്ലെങ്കിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. 5 പേർ മാത്രമാണ് ആ ഭാഗത്ത് നിന്ന് ജോലി ചെയ്തത് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ 4 പേർ മരണപ്പെട്ടു. ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ചേരുന്നു. ശ്രീ സ്പർജൻ കുമാർ, ഇപ്പോൾ അവിടുത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നോ? 5 പേർ മാത്രമായിരുന്നോ അവിടെ ജോലിക്കുണ്ടായിരുന്നത്? അതാണ് ഇപ്പോൾ കിച്ചൺ ഇൻഫർമേഷൻ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ വെരിഫൈ ചെയ്ത് അതിൽ 5 പേര്, ഒരാൾ ഇഞ്ചുറി ആയി, മറ്റു 4 പേര് മരണപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ കിട്ടിയത്. ഈ 4 ബോഡീസ് കിട്ടിയിട്ടുണ്ട്. ഒരു മലയാളി, പിന്നെ ബാക്കി 3 പേര് ബംഗാൾ സ്വദേശികളാണ്. മലയാളി തിരുവനന്തപുരം സ്വദേശി തന്നെയാണോ? മരിച്ച മലയാളി? അതെ.
ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണോ? തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ സ്പർജൻ കുമാറാണ് ഇപ്പോൾ നമ്മളോട് ഈ അവസരത്തിൽ പ്രതികരിച്ചത്. തിരുവനന്തപുരം പാങ്ങാപ്പാറയിൽ മണ്ണിടിഞ്ഞു വീണ് 4 പേർ മരിച്ചിരിക്കുന്നു. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വേങ്ങോട് സ്വദേശിയായ സുദർശനെയാണ് നിസാര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മരിച്ച 4 പേരിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഒരാൾ മലയാളിയാണ്. അയാൾ ഉണ്ണികൃഷ്ണൻ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഫ്ളാറ്റ് നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്ക് മണ്ണിടിഞ്ഞു വീണാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഇത്ര നേരമായി നടത്തി വന്നിരുന്ന തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി സെയ്ഫ് സൈൻലാബിദിൻ ഒരിക്കൽ കൂടി ചേരുന്നു. സെയ്ഫ്, ഈ മരിച്ച മലയാളി തിരുവനന്തപുരം സ്വദേശി തന്നെയാണെന്നാണ് ഇപ്പോൾ നമ്മളോട് കമ്മീഷണർ പറഞ്ഞത്. തിരുവനന്തപുരം റേഞ്ച് ഐ ജി മനോജ് എബ്രഹാം അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. എന്തായാലും പരിശോധനകൾ അവസാനിപ്പിച്ചു. എത്ര പേർ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരണം ലഭ്യമായിട്ടുണ്ടോ? അതായിട്ടില്ല. ഈ പരിശോധന അവസാനിപ്പിച്ചു പറയാം, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഈ പരിശോധന ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കൃത്യമായി ഇവിടെ നിന്ന് നൽകിയ ഉദ്യോഗസ്ഥരുടെ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നിർത്തിവെച്ചിരിക്കുന്നത്. 5 പേർ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ 5 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 4 പേർ മരണപ്പെട്ടു. 3 പേർ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അല്പസമയം മുമ്പ് കണ്ടെടുത്ത മൃതദേഹം മലയാളിയുടേതാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ ഒരു സ്ഥിരീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. അല്പസമയത്തിന് തന്നെ അതിൻ്റെ ഒരു സ്ഥിരീകരണം ലഭ്യമാകും. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള ഒരാൾ ചികിത്സയിലുണ്ട്. സുദർശൻ എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് കാലിൽ ചില പൊട്ടലുണ്ട് എന്നാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ 5 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നത്. സേഫ്, വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നതിലെ വീഴ്ചയല്ല അപകടത്തിന് കാരണമെന്നായിരുന്നു നേരത്തെ മേയർ പറഞ്ഞിരുന്നത്. ഈ മഴ മൂലമാണോ ഈ വലിയൊരു അപകടം ഉണ്ടായത്? എന്താണ് അവിടുന്ന് നൽകാൻ കഴിയുന്ന വിവരം? കഴിഞ്ഞ 2-3 ദിവസമായി തന്നെ ഇവിടെ ഈ പണി പുരോഗമിച്ചു വരികയായിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു സൈഡ് ഒരു വലിയ രീതിയിലുള്ള മതിൽ ഇടിച്ചാണ്, ഒരു കുന്നിടിച്ചാണ് ഈ ഫ്ലാറ്റ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അത് മണ്ണിടിയാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കി വരികയായിരുന്നു. സൈഡിൽ കോൺക്രീറ്റ് കെട്ടിക്കൊണ്ട് മണ്ണിടിയാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കോർപ്പറേഷൻ മേയറായ വി കെ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഈ നിർമ്മാണം നടത്തി വന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് തുടങ്ങിയതെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു പരിശോധന കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് മേയർ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് വരും ദിവസങ്ങൾ തന്നെ അക്കാര്യത്തിലൊരു കൃത്യമായ പരിശോധന നടത്തും. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴ മൂലം ഈ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇവിടെ പണി നടന്നുകൊണ്ട് ഇരുന്നത്. 5 പേരാണ് ഈ കുന്നിന് താഴെ പണി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 5 പേർക്കും അപകടം പറ്റി. ഇതിൽ 4 പേർ മരണപ്പെട്ടു. ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാങ്ങാപ്പാറയിൽ മണ്ണിടിഞ്ഞു വീണ് 4 പേർ മരിച്ചിരിക്കുന്നു. ഒരാളെ രക്ഷപ്പെടുത്തി. വേങ്ങോട് സ്വദേശി സുദർശനെയാണ് പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മരിച്ച 4 പേരിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഒരാൾ മലയാളിയാണ്. വട്ടപ്പാറ സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് മരിച്ച മലയാളി. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും നടത്തിവന്ന പരിശോധനകൾ പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും സെയ്ഫ് സൈൻലാബിദിനും മുഹമ്മദ് അസ്ലം.